നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ രണ്ട് ടൈപ്പ് ചട്നിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഒരെണ്ണം തേങ്ങ ചമ്മന്തിയും, പിന്നെ ഉള്ളത് തക്കാളി കൊണ്ട് തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ തേങ്ങ ചമ്മന്തി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാൻ തോന്നുന്നു. രണ്ടും എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാൻ പറ്റും. എന്നാൽ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ. തേങ്ങ ചമ്മന്തി ആയാലും തക്കാളി ചമ്മന്തി ആയാലും. അതേപോലെ തക്കാളി ചമ്മന്തി നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടില്ലേ, ആ ചമ്മന്തിനേക്കാൾ ടേസ്റ്റ് ഉണ്ടോ നമ്മൾ ഇപ്പോൾ ഇതേപോലെ വീട്ടിലുണ്ടാക്കിയാൽ. അപ്പോൾ നമുക്കത് എങ്ങനെയൊക്കെയാണ് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തലേ ദിവസം അരച്ച് വെച്ചാൽ മാവൊക്കെ എടുത്ത് നന്നായി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് തലേ ദിവസം അരച്ച് വെച്ചാൽ പിറ്റേ ദിവസം ഉണ്ടോ ഞാൻ ഉപ്പിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണത്. ഉപ്പൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഈ ഇഡ്ഡലി ആവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് രണ്ട് ചട്നി ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ രാവിലേക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള രണ്ട് ചട്നി. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് തേങ്ങാ ചട്നിയാണ് കേട്ടോ. ഞാൻ അപ്പോൾ ഇഡ്ഡലി തട്ടിൽ ഇഡ്ഡലി മാവൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇഡ്ഡലി ആയിക്കോളും. അപ്പോൾ നമുക്ക് ചട്നി ഉണ്ടാക്കാം. അപ്പം നമുക്ക് തേങ്ങ ചട്നി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനതിന് ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുറി തേങ്ങയിൽ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത്രത്തോളം പുളിയാണ് ഞാൻ എടുത്തേക്കണം. ഇപ്പോൾ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ പച്ചമുളക് നോക്കിയപ്പോഴേക്കും പച്ചമുളക് ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ. അപ്പം കഴിഞ്ഞിരിക്കണമായിരുന്നു. അപ്പം ഞാൻ നേരെ നമ്മൾ പച്ചമുളകൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മഴയൊക്കെ കാരണം ആകെ അവിടെ എല്ലാം പുല്ലൊക്കെ വളർന്ന് കിടക്കണേ കേട്ടോ. എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു 3-4 പച്ചമുളക് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും പച്ചമുളക് വേണ്ട. ഒരു 3 പച്ചമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചമ്മന്തി അരക്കാനായിട്ട് 3 എടുത്തിട്ടുള്ളൂ. അപ്പോൾ 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും മതി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. ഞാൻ എൻ്റെ ചമ്മന്തി മിക്സിയുടെ ജാറിലിട്ട് നരച്ചെടുത്താണ് കേട്ടോ. ഞാൻ ഇഞ്ചി അങ്ങനെയൊന്നും ചേർക്കണ്ട കേട്ടോ. ഇത്രയും കൂട്ടങ്ങൾ മാത്രം ചേർത്തിട്ടുള്ളൂ. ഉള്ളിയും പച്ചമുളകും പുളിയും ഉപ്പും. നമ്മൾ തേങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി താളിക്കാനായിട്ടാണ് കേട്ടോ. താളിക്കാൻ ഞാൻ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം ഞാൻ ഇടുന്നത് വറ്റൽമുളകും കറിവേപ്പിലയും പിന്നെ 2 ചെറിയ ഉള്ളി ചതച്ചതും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിയിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ചമ്മന്തിയിലോട്ട് ഒഴിച്ചെടുക്കാം. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നും ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് തക്കാളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സവാള എടുത്തിട്ടുണ്ട്. തക്കാളി കേട്ടോ കുറച്ച് കൂടുതൽ എടുക്കേണ്ടത്. സവാള കുറച്ച് തക്കാളിയേക്കാളും കുറവ് മതി സവാള. അപ്പോൾ ഞാൻ ഈ രണ്ടും നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചട്ടി വെച്ച് ചൂടായി എണ്ണയൊക്കെ ഒഴിച്ചു കടുകൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് നന്നാക്കി വെച്ചേക്കുന്ന സവാള ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം കേട്ടോ. സവാള ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടി നന്നാക്കി വെച്ചത് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയും സവാളയും നന്നായി വാടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നന്നായി വേവും. അതിന് ശേഷം തക്കാളിയൊക്കെ നന്നായി വെന്തതിന് ശേഷം അതിൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും മതി ഇതിലെ മസാലകൾ. ഉപ്പ് പൊടിയും അതേപോലെ മുളക് പൊടിയും മാത്രം മതി കേട്ടോ. പിന്നെ ഇനി വേണ്ടത് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതേപോലെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചതിന് ശേഷം വേണം നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം ഇട്ടു. 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് ഓഫാക്കിയിടാം. അതിനുശേഷം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ലോണം പേസ്റ്റ് പോലെ ആയിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തക്കാളി ചമ്മന്തി നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്നതിനേക്കാൾ നല്ല ടേസ്റ്റാണ് നമുക്ക് വീട്ടിലിങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഇഡ്ഡലിയും റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ തക്കാളി ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇതേപോലത്തെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ.